Hi, welcome to Lash Class. BA ഇംഗ്ലീഷ് തേർഡ് സെമിസ്റ്റർ ലാംഗ്വേജ് ഇൻ ആക്ഷനിലെ കമ്മ്യൂട്ട് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. കൊറിയൻ പോയറ്റ് കിം ഹൈസൂൺ എഴുതിയിട്ടുള്ളൊരു പോയമാണ്. വഴിയിൽ ഒരാൾ മരിച്ചു വീഴുന്ന ഒരു രംഗത്തോട് ചുറ്റുമുള്ള ആളുകളും ആ മരിച്ചു പോകുന്ന വ്യക്തിയുടെ തന്നെ ആത്മാവും എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അവതരിപ്പിച്ചുകൊണ്ട് ആധുനിക സമൂഹത്തിനകത്തുള്ള ഒറ്റപ്പെടലിനെക്കുറിച്ചും മനുഷ്യത്വമില്ലായ്മയെക്കുറിച്ചും പറയുന്നൊരു പോയമാണ്. നമ്മളിവിടെ ഈ പോയത്തിൻ്റെ ഒരു സമ്മറിയും ഇതിലെ മേജർ തീംസിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കാം. ദ പോയം ഓപ്പൺസ് വിത്ത് എ വുമൺ കൊളാപ്സിങ് ഓൺ എ സബ്വേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സബ്വേയിൽ നടന്നു പോകുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് ബോധരഹിതയായിട്ട് വീഴുന്ന ഒരു രംഗത്തോട് കൂടിയിട്ടാണ് പോയം ആരംഭിക്കുന്നത്. ദോ ഡോയിങ് ഷീ കണ്ടിന്യൂസ് ടു തിങ്ക് ആൻഡ് ലിസൺ. അപ്പോൾ അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ചുറ്റുമുള്ളതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ആ സ്ത്രീക്ക് കഴിയുന്നുണ്ടെന്ന് പോയത്തിൽ പറയുന്നു. പാസേഴ്സ് ബൈ ഇഗ്നോർ ഹെർ ട്രീറ്റിംഗ് ഹെർ ആസ് ഇഫ് ഷീ വർ ഗാർബേജ്. അപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ വീണ് കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടും ചുറ്റുമുള്ള ആളുകളൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ കാണുന്നത്. ഒരു ഗാർബേജ് പോലെ, വേസ്റ്റ് പോലെ ചുറ്റുമുള്ള ആളുകളൊക്കെ അവരെ കണക്കാക്കുന്നു, അങ്ങനെ ഇഗ്നോർ ചെയ്യുന്നെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വഴിയിലൊരു ആക്സിഡൻറ്റ് നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാതെ പോകുന്നൊരു സമൂഹമാണ് നമ്മുടെ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നത് കേൾക്കാറുള്ള പോലത്തെ ഒരു തീം തന്നെയാണ്. അങ്ങനെ ഒരു സ്ത്രീ അവിടെ വീണ് കിടക്കുന്ന സമയത്ത് ആരും അവരെ സഹായിക്കാൻ ചെല്ലുകയോ ഒന്നും ചെയ്യാതെ അവരെങ്ങനെ ഇഗ്നോർ ചെയ്യുന്നത് നമ്മൾ കാണുന്നു. An old man assaults and robs her, while two middle schoolers search her pockets, kick her and take photographs. ഇനി മൈൻഡ് ചെയ്യുന്ന ആളുകൾ തന്നെ അവരോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നതെന്ന് പറയുന്നു. ഒരു പ്രായമായിട്ടുള്ള ഒരാൾ വന്നിട്ട് അവളെ അസോൾട്ട് ചെയ്യുന്നു. ഈ വീണ് കിടക്കുന്ന ഒരു സ്ത്രീയെ പോലും എന്ത് ചെയ്യുന്നു, അബ്യൂസ് ചെയ്യുന്ന തരത്തിലാണ് ആൾ പെരുമാറുന്നത്. പിന്നെ അവളുടെ പോക്കറ്റിൽ എന്തെങ്കിലും പൈസയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാം എന്നുള്ള രീതിയിലാണ് അയാൾ പെരുമാറുന്നത്. അതുപോലെ തന്നെ രണ്ട് സ്കൂൾ കുട്ടികളും അവിടെ വരുന്നു. ആ കുട്ടികളും ഇവരെ വന്നിട്ട് അവരെ കിക്ക് ചെയ്യുന്നു, ചവിട്ടുന്നു, അവരുടെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കുന്നു, അവരെ ഫോട്ടോ എടുക്കുന്നു എന്ന രീതിയിലൊക്കെ പെരുമാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പോയത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നടന്നു പോകുന്ന വഴിയിൽ ഒരു സ്ത്രീ വീണു പോകുന്നു. അവിടെ വീണുകൊണ്ട് അവർ മരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ചുറ്റുമുള്ള ആളുകളൊന്നും ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ അവരോട് പെരുമാറുന്നതായിട്ട് നമ്മൾ കാണുന്നു. She watches all this unfold passively, observing the scene from outside her body as a spirit. അപ്പോൾ ഈ സംഭവമൊക്കെ നടക്കുന്നത് ഈ മരണപ്പെട്ട സ്ത്രീയുടെ ആത്മാവ് അവിടെ നോക്കി നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവരുടെ ആത്മാവ് പുറത്തു വന്നതിന് ശേഷം അവിടെ ആ ഡെഡ് ബോഡിയോട് ആളുകൾ ചെയ്യുന്നതും ആ ഡെഡ് ബോഡിയോടെ കിടക്കുന്നതൊക്കെ ഇങ്ങനെ നിർവികാരമായിട്ട് ആ ആത്മാവ് ഇങ്ങനെ നോക്കി നിൽക്കുക എന്ന രീതിയിലാണ് പറയുന്നത്. The poem then marks the beginning of the spirit's journey. അതിനുശേഷം ഈ ആത്മാവിൻ്റെ യാത്രയെക്കുറിച്ചിട്ട് പോയത്തിൽ പറയുന്നു. കൊറിയയിലെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 49 ദിവസം അവരുടെ ആത്മാവ് ഇങ്ങനെ ഭൂമിയിൽ അലഞ്ഞു നടക്കും. അതിനുശേഷമാണ് അവർ അടുത്ത ലോകത്തേക്ക് പോവുക എന്നുള്ളതാണ് അവരുടെ വിശ്വാസത്തിലുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഈ ആത്മാവിൻ്റെ യാത്ര ഇങ്ങനെ ആരംഭിച്ചു എന്ന രീതിയിലാണ് പറയുന്നത്. It contrasts a lifeless body with her earlier vibrant state. Her body now transforms into something surreal and uncontainable, resembling discarded clothes as if a dinosaur were about to emerge from her. അപ്പോൾ അവരുടെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് അവരുടെ ശരീരത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ആത്മാവ് നഷ്ടപ്പെട്ടിട്ടുള്ള ശരീരം അവരുടെ നേരത്തെ ജീവനുള്ള ആ ഒരു ശരീരത്തിൻ്റെ ആ ചേതനയിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഇപ്പോൾ വളരെ ഭീകരമായിട്ടുള്ള രൂപത്തിലാണ് കിടക്കുന്നതെന്ന് പറയുന്നു. ഇങ്ങനെ ഡിസ്കാർഡഡ് ക്ലോത്ത് പോലെ, ഇങ്ങനെ ശരീരമില്ലാതെ തുണി കൂട്ടിയിട്ടിരിക്കുന്നത് പോലെയാണ്. അതുപോലെ തന്നെ അവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്ന് ദിനോസർ പുറത്തു വരും എന്ന രീതിയിലാണ് കിടക്കുന്നത്. അതായത് ആ ഒരു മരണപ്പെട്ട് കിടക്കുന്ന ആ ഒരു ഭീകരമായിട്ടുള്ള ആ ഒരു രൂപത്തെ പോയത്തിനകത്ത് അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കാണുന്നത് അവർ മരണത്തിന് ശേഷം അവരുടെ ശരീരവും ആത്മാവും വേറെ വേറെ ആയി എന്ന രീതിയിൽ പറയുന്നു. അവരുടെ ആത്മാവിൻ്റെ യാത്ര ആരംഭിക്കുക എന്നുള്ള രീതിയിൽ പറയുന്നു. The speaker, now her spirit, tries to distance herself from the dead woman. Like a bird fleeing its shadow, she attempts to escape the misfortune of living in that body.
അപ്പോൾ ഈ ആത്മാവ് പുറത്തു നിന്നുകൊണ്ട് പറയുന്നത് ഈ കിടക്കുന്ന സ്ത്രീയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ തൻ്റെ സ്വന്തം ശരീരത്തെ തന്നെ ഈ ആത്മാവ് നിഷേധിക്കുന്നതായിട്ടാണ് നമ്മൾ അടുത്തായിട്ട് കാണുന്നത്. ഒരു പക്ഷി അതിൻ്റെ നിഴലിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് പോലെ എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു മെറ്റഫർ നമുക്ക് കാണാം. ഒരു പക്ഷി എത്ര തന്നെ പറന്നു കഴിഞ്ഞാലും അതിൻ്റെ നിഴൽ അതിൻ്റെ കൂടെ തന്നെ വരും എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു ആത്മാവ് ആ ഒരു സ്ത്രീയുമായിട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന രീതിയിൽ പറയാൻ ശ്രമിക്കുന്നതായിട്ട് അവതരിപ്പിക്കുന്നത്. The poem ends with a surreal climax. As a spirit moves toward a life she will never live. അതിനുശേഷം ഒരു സർറിയലായിട്ടുള്ള ഒരു ക്ലൈമാക്സിലേക്കാണ് നമ്മുടെ പോയം പോകുന്നത്. അതായത് ശരീരമില്ലാതെ ആ ആത്മാവ് മുന്നോട്ട് പോകുന്നു എന്നാണ് പോയത്തിൽ പറയുന്നത്. അതിന് ജീവിക്കാൻ സാധിക്കാത്ത ഒരു ജീവിതത്തിലേക്ക് ആത്മാവ് പോവുകയാണെന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള മരണശേഷം ആത്മാവ് 49 ദിവസം ഇങ്ങനെ അലഞ്ഞു നടക്കുമെന്നുള്ള കൊറിയൻ വിശ്വാസത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ പോയത്തിലെ ഈ ഒരു പ്ലോട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് ആ ആത്മാവ് ഇങ്ങനെ ആ പഴയ സ്ത്രീയുടെ തന്നെ ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. She wonders if she would get to work on time. The poem captures the tragic absurdity and alienation of modern industrial society. അങ്ങനെ ആത്മാവിൻ്റെ ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത് കൃത്യസമയത്ത് ജോലിക്ക് എത്താൻ കഴിയുമോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ തൻ്റെ മരണത്തെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയാത്ത രീതിയിൽ ആ ആത്മാവ് എനിക്ക് ഇനി കറക്റ്റ് സമയത്ത് ജോലിക്ക് എത്താൻ പോകുമോ എന്നുള്ള രീതിയിൽ വഴിയിലേക്ക് തന്നെ പോകുന്നതായിട്ടാണ് പോയം അവസാനിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് ഈ ഒരു മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്കകത്തുള്ള യാന്ത്രികമായിട്ടുള്ള ജീവിതം, മരണശേഷവും ആത്മാവ് ജോലിക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന, ദിവസവും ഇങ്ങനെ ജോലിക്ക് പോകുന്നു വരുന്നു എന്നുള്ള ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു തരത്തിലേക്ക് ആധുനിക സമൂഹത്തിലെ ജീവിതം മാറിയതിൻ്റെ ഒരു ചിത്രമാണ് ഈ ആത്മാവ് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നതിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ പോയതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ കാണുന്നത് ഈ ആത്മാവ് ഈ ശരീരം തൻ്റെയല്ല, തനിക്കതുമായിട്ടൊരു ബന്ധമില്ല എന്ന രീതിയിൽ പറയാൻ ശ്രമിക്കുന്നു. എന്നിട്ട് എന്താണ് ആ സ്ത്രീയുടെ ജോലിയിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് ശരീരമില്ലാതെ ഈ ആത്മാവ് പോകാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അതിൻ്റെ കമൻട്രി നമ്മൾ പറയുന്നത് ഈ ഒരു ആധുനിക ജീവിതത്തിനകത്തുള്ള യാന്ത്രികമായിട്ടുള്ളൊരവസ്ഥ അത് ഇതിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഇതിലാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതിലെ മേജർ തീംസ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് ഇൻഡിഫറൻസ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. ആ സ്ത്രീ അവിടെ വീണ് കിടക്കുന്ന സമയത്ത് ആരും മൈൻഡ് ചെയ്യുന്നില്ല, സഹായിക്കാൻ പോകുന്നില്ല. ഇനി ആരെങ്കിലും മൈൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവരെ പോക്കറ്റിൽ എന്തെങ്കിലും എടുക്കാനോ അല്ലെങ്കിൽ അവരെ അബ്യൂസ് ചെയ്യാനോ ഒക്കെയുള്ള രീതിയിലാണ് ശ്രമിക്കുന്നത് നമ്മൾ പറഞ്ഞു. അത്തരത്തിൽ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള ആ ഒരു സമൂഹത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് ഈ പോയത്തിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്ക് വരുന്നത് ഏലിയനേഷൻ ഓഫ് മോഡേൺ ലൈഫാണ്. അതായത് ഈ ഒരു ആധുനിക ജീവിതത്തിനകത്തുള്ള നിരർത്ഥകത, ഏലിയനേഷൻ എന്ന് പറയുന്നത് ഒറ്റപ്പെടൽ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഈ സ്ത്രീയുടെ ആത്മാവ് സ്വന്തം ശരീരത്തിനോട് തന്നെ തനിക്കൊരു ബന്ധമില്ല എന്ന രീതിയിൽ പെരുമാറുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ആത്മാവും എന്താണ്, മറ്റുള്ള ആളുകളെ പോലെ തന്നെയാണ്. അവിടെ ഒരു സ്ത്രീ വീണ് കിടക്കുന്ന കാണുന്ന സമയത്ത് തനിക്ക് അവരുമായിട്ടൊരു ബന്ധമില്ല എന്ന രീതിയിൽ തന്നെയാണ് ആത്മാവും പറയുന്നത്. അതുപോലെ തന്നെ അവർ അതിനുശേഷം ജോലിക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. ആ യാന്ത്രികമായിട്ടുള്ള ആ ഒരു ജീവിതമാണ്, മറ്റ് വികാരങ്ങളൊന്നുമില്ല ഈ ഒരു ഒറ്റപ്പെട്ടിട്ടുള്ള അവസ്ഥയാണ് എന്നുള്ള ആ ഒരു ചിത്രവും ഈ ഒരു പോയത്തിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു മേജർ തീമായിട്ട് നമ്മൾ കാണുന്നത് ബോഡി സ്പിരിറ്റ് ഡുവാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഈ പോയം എന്ന് പറയുന്നത് ഓട്ടോബയോഗ്രഫി ഓഫ് ഡെത്ത് എന്ന് പറയുന്ന ഒരു ആന്തോളജിയിൽ നിന്ന് വരുന്നതാണ്. 49 പോയങ്ങളാണ് ഈ ഒരു ആന്തോളജിക്കകത്തുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, കൊറിയയിലെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ 49 ദിവസം അവരുടെ ആത്മാവ് ഇങ്ങനെ അലഞ്ഞു നടന്നതിന് ശേഷമാണ് അടുത്ത ലോകത്തേക്ക് പോവുക എന്നാണ്. ആ 49 ദിവസത്തെ സിംബലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ആന്തോളജിക്കകത്ത് 49 പോയംസ് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ശരീരവും ആത്മാവും രണ്ടാണ് എന്ന തരത്തിലുള്ള ആ ഒരു വിശ്വാസത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ പോയംസ് എല്ലാം തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബോഡി സ്പിരിറ്റ് ഡുവാലിറ്റി എന്നുള്ളൊരു തീം കൂടി നമുക്ക് ഈ പോയത്തിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.